ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഗോപാലേട്ട, ഒട്ടും പ്രതീക്ഷിക്കാതെയാ കൃഷ്ണ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കയറിയത്. ഗോപാലേട്ടന്റെ നാട്ടിലുള്ള ഒരു പെൺകുട്ടി. ഇത്തിരി കഷ്ടപ്പാടുണ്ട്, പറ്റാവുന്ന സഹായം ചെയ്യണം, അങ്ങനെ ആദ്യം കരുതിയിരുന്നുള്ളൂ. പക്ഷേ ഇത്തിരി ദിവസം കൊണ്ട് അവളോട് വല്ലാണ്ട് അങ്ങ് അടുത്തു പോയി. ഗോപാലേട്ടൻ പറയും പോലെ നമ്മുടെ മൂത്ത മോളെ പോലെ തന്നെ. എന്നിട്ടിപ്പോ അവളുടെ മരണത്തിനല്ലേ നമ്മളിപ്പോ കാവല് നിൽക്കുന്നേ. ശരിയാണ് സുനന്ദേ. ഒരു കണക്കിന് പറഞ്ഞാല് അവളെ സിത്താര മേഡത്തിന്റെ മുന്നിലെത്തിച്ച് നമ്മളാ. അങ്ങനെ നോക്കുമ്പോ ഈ ദുരന്തത്തിന് നമ്മളും കാരണക്കാരായിട്ടുണ്ട്. തങ്ക ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കേട്ടിട്ടില്ലേ, ഓപ്പറേഷന് കാശൊന്നും ഇല്ലെങ്കിലും ഞാനും എന്റെ മോളും സന്തോഷത്തോടെയാ ജീവിക്കുന്നതെന്ന്. അതിന്റെ ഇടയില അവക്ക് ഇങ്ങനെ ഒരു വിധി വന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗോപാലേട്ട? എങ്ങനെയെങ്കിലും അവളൊന്ന് രക്ഷിക്കാൻ പറ്റിയെങ്കിൽ. അതിനൊരു വഴിയുണ്ട് സുനന്ദേ. സിത്താര മേഡത്തിന് പണം തിരിച്ചു കൊടുത്താലേ കൃഷ്ണമോൾക്ക് ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാം. ആ തുക കണ്ടെത്താൻ ഒരു മാർഗമുണ്ട്. നമ്മുടെ വീട് വിൽക്കണം. സിത്താര മേഡത്തിനെ വെല്ലുവിളിച്ച് സംസാരിച്ചപ്പോ ഞാൻ അതാണ് അവരോട് പറഞ്ഞത്. നീ കേട്ടതല്ലേ? നമ്മുടെ ആകെയുള്ള സമ്പാദ്യ, നമ്മുടെ മോൾക്ക് വേണ്ടി ആകെയുള്ള കരുതല. അത് നഷ്ടപ്പെട്ട പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരു കൂര കുത്തി ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. അതൊന്നും സാരില്ല ഗോപാലേട്ട, നമുക്കത് വിൽക്കാം. അവളുടെ കടം വീട്ടാം. അവള് ജീവിക്കട്ടെ. അവളും തങ്കേച്ചിയും എന്നും നമ്മുടെ കൂടെ തന്നെ നിന്നോട്ടെ. ഒരു ചെറിയ വാടക വീട്ടിലാണെങ്കിലും അവള് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അത് നമുക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കും. സുനന്ദേ, നമ്മള് രണ്ടുപേരും കൂടെ ഒരു തീരുമാനം എടുത്താലേ അത് ചെയ്യാം. കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ചിലപ്പോ മുതിർന്നു വരുമ്പോ നമ്മുടെ മോള് പോലും അത് ചോദിച്ചു എന്ന് വരാം. അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. കൃഷ്ണി അവക്ക് ജീവനാ. ഗോപാലേട്ടൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. എത്രയും പെട്ടെന്ന് വേണം. കൃഷ്ണമോൾ ഈ വിവരം അറിഞ്ഞാൽ അവള് സമ്മതിക്കില്ല. അതെനിക്കറിയാം. പെട്ടെന്ന് വാങ്ങിക്കാൻ ഒരാളെ കിട്ടുമെന്നറിയില്ല. പണം പക്ഷെ നമുക്ക് കിട്ടിയേ പറ്റൂ. ആ മുരളി ഉണ്ടല്ലോ, അയാള് സ്ഥലക്കച്ചവടമൊക്കെ നടത്തുന്നതല്ലേ? ഗോപാലേട്ടന്റെ കൂട്ടുകാരനും കൂടിയല്ലേ? ആ, മുരളിയോട് പറയാം. അത് നല്ല കാര്യാ. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ നോക്കാം. ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാ. സിത്താര മേഡത്തിന് കൊടുക്കാനുള്ള കാശ് കൈ കിട്ടിയാലേ പിന്നെ അവരെത്ര ഭീഷണിപ്പെടുത്തിയാലും കൃഷ്ണമോളെ ചേർത്ത് പിടിച്ച് അവരുടെ മുഖത്ത് നോക്കി ഞാൻ ആട്ടും. എന്നിട്ട് അവരോട് പറയും, അവളെ ഞാനും എന്റെ സുനന്ദയെ സംരക്ഷിച്ചോളാന്ന്. കാശിന്റെ മേലെ കിടന്നുറങ്ങുന്നവർക്ക് സ്നേഹത്തിന്റെ വില എന്താണെന്ന് മനസ്സിലാവില്ല. പക്ഷേ നമുക്ക് കാണിച്ചു കൊടുക്കണം സുനന്ദേ. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. മമ്മിയോടെ പാമ്പുണ്ടായിരുന്നു. മോൾക്ക് തോന്നിയതാവും. നോ മമ്മി, ഞാൻ ഡോറ് തുറന്നപ്പോ പെട്ടെന്നൊരു പാമ്പ് പുറത്തേക്ക് വന്നതുപോലെ. എന്തോടോ താനീ പറയുന്നത്?
അടച്ചിട്ട കാറില് പാമ്പങ്ങനെ കയറുന്നേ? മേഡം പറഞ്ഞിരുന്നില്ലേ രാവിലെ മുതല് നല്ല തലവേദനയായിരുന്നു ഗാഥയ്ക്കെന്ന്. ഇത് അതിന്റെ തോന്നൽ തന്നെ. തോന്നലൊന്നുമല്ല, സർപ്പശാപം അതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയതാ. അമ്മേ, എല്ലാരും വണ്ടി കയറ്. എന്തായാലും നമുക്കിവിടുന്ന് പെട്ടെന്ന് പോയേക്കാം. ഇനിയും ബാക്കിയുള്ളവരും കൂടി പാമ്പിനെ കാണണ്ടല്ലോ. ശരിയെന്നാ. വാ. ആ ഓക്കെ, മോള് കേറ്. അച്ഛാ കേറ്. ശരി, വാ. നന്ദ, ഇനി ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ഞാൻ നാഗക്ഷേത്രത്തിലേക്ക് പോവാ. അവിടെ ഇന്ന് ആയില്യപൂജ നടക്കുക. അമ്മേ, അമ്മ ഇപ്പൊ പോയാല് എല്ലാവരും എന്താ കരുതുക? ഇനി ഒരു നിമിഷം പോലും പാഴാക്കാനില്ല. എനിക്ക് നിനക്കും മാത്രം അറിയാവുന്ന സർപ്പശാപത്തിന്റെ രഹസ്യം നിർമ്മലയും മോളും ഉദയനും എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. അമ്മ എന്തേ പറയുന്നേ? നിർമ്മല പറയുന്നത് ഞാൻ കേട്ടതാ. വിവാഹം കഴിഞ്ഞാല് ഗാഥമോള് മരിക്കൂന്നുള്ളൊരൊറ്റ കാരണത്തിലാ നിർമ്മല ഇപ്പോ ചിരിച്ചും കളിച്ചും എല്ലാവരുടെയും കൂടെ നിൽക്കുന്നേ. ഇനി ഇത് അനുവദിക്കാൻ പറ്റില്ല. നവീന്റെ മനസ്സ് വേദനിപ്പിക്കേണ്ടി വന്നാലും ഈ കല്യാണം നടക്കില്ലെന്ന് ഞാൻ പറയും. അതിനുള്ള മനഃശക്തി കിട്ടാൻ വേണ്ടിയാ ഞാൻ ക്ഷേത്രത്തിൽ പോന്നേ. നീ തടയണ്ട. ഇന്ന് രാത്രി ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാവും. നീ എന്റെ കൂടെ നിന്നേ പറ്റൂ. അമ്മേ, ആരെയും ബലി കൊടുക്കാൻ വയ്യ. ഇനി ഒരു മരണം കാണാനുള്ള കരുത്ത് എനിക്കില്ല. സർജറി ചെയ്യുന്നില്ല എന്നാണ് തീരുമാനമെങ്കിൽ കൂടി വന്ന ഒരു 10-15 ദിവസം. മോളെ, എന്താ മോളെ? ഒന്നുമില്ല ഗോപാലമ്മ, ഞാൻ വെറുതെ എല്ലാം കൂടി ഒന്ന് കണക്കൂട്ടി നോക്കുമായിരുന്നു. നമ്മുടെയൊക്കെ കണക്കുകൾക്ക് പ്രശ്നം ഉണ്ടാവുമല്ലോ. എങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയാലും അതെപ്പോഴും നഷ്ടത്തിലല്ലേ അവസാനിക്കൂ. ഞാനിതുവരെ വലിയ സ്വപ്നങ്ങളൊന്നും കണ്ടിട്ടില്ല. എന്റെ പ്രായത്തിലുള്ളവർ പറയുന്നത് പോലെ കുറച്ച് ആഭരണങ്ങളെ കുറിച്ചോ വസ്ത്രങ്ങളെ കുറിച്ചോ വലിയ വീട്ടിൽ ജീവിക്കുന്നതിനെ കുറിച്ചോ കെട്ടാൻ പോകുന്ന ചെറുക്കനെ കുറിച്ചോ ഒന്നും ശരിക്കും എനിക്കൊരു സ്വപ്നവും ഇല്ലായിരുന്നു. ആകെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത് അമ്മയുടെ കാര്യം.